ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ജു ഫുഡി ഫാൻറ്റസീസ് വ്ളോഗ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 മുട്ട വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിളായ ഒരു എഗ് കറി ഉണ്ടാക്കുക എന്നാണ്. സോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ കടുക് ഇട്ടു കേട്ടോ. കടുക്, പച്ചമുളക് 2 അത് ആവശ്യത്തിന് എരിവിന് പാകമായിട്ട്, പിന്നെ കറിവേപ്പില, 2 ഉള്ളി, വലിയ ഉള്ളി, പിന്നെ നല്ലപോലെ സിമ്മി വെച്ചിട്ട് ഒരു ബ്രൗണിഷ് കളറാവണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ജീരകം, രണ്ട് ടൊമാറ്റോ ആണ് ഞാൻ ഇവിടെ ഇടുന്നത്. ആ റോ സ്മെൽ പോണ വരെ നല്ലപോലെ സിമ്മിൽ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോഴേ ആ ഒരു കറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ. അത് നമ്മൾ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ എഗ് മസാലയോ ആഡ് ചെയ്യാം. കുറച്ച് ഗരം മസാല ഇടുക, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ബോയിൽ ചെയ്യുക, നല്ല തിളപ്പിക്കുക. തിളച്ച് ഈ ഒരു ഓയിൽ കണ്ടന്റ് മുകളിൽ വരുന്ന പോലെ ആയിട്ട് കുറച്ച് മല്ലിയില ഇടുക. എന്നിട്ട് 2 മുട്ട നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. നന്നായി തിളച്ചിട്ട് വേണം കേട്ടോ മുട്ട ആഡ് ചെയ്യാൻ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, നന്നായി മിക്സ് ആക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നല്ലപോലെ എല്ലാം കൊണ്ട് മിക്സാക്കി ആ ഗ്രേവിയിൽ ഫുൾ മിക്സ് ആവണ പോലെ ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി മല്ലിയില ആവശ്യത്തിന് ഇടാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഫ്ലേവർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കണം. ഇത് ഏറ്റവും സിമ്പിളായ ഒരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.